കോവിഡ് ലോകത്തിന് ഭീഷണിയായി നിലനിൽക്കുമ്പോൾ കേരളത്തിലും ലോകമെമ്പാടും നിസ്വാർത്ഥ സേവനങ്ങളുമായി ക്രൈസ്തവ സഭ പ്രവർത്തിക്കുകയാണ്. ദുരിതമനുഭവിക്കുന്നവർക്കും ആലംബഹീനർക്കുമായി സഭ നൽകുന്ന ഇത്തരം സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. നാൽപ്പതിനായിരത്തോളം പാവപ്പെട്ട കുടുംബങ്ങളിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചിരിക്കുകയാണ് ക്രൈസ്തവ സംഘടനയായ കാരിത്താസ്. കൊറോണ പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ പെറുവിലെ 40,000-ത്തോളം കുടുംബങ്ങളിലാണ് സഭയുടെ രാജ്യാന്തര ഉപവിപ്രസ്ഥാനമായ കാരിത്താസ് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചത്. കൊറോണ പകരാതിരിക്കുന്നതിനുള്ള മുൻകരുതലുകളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ സാമൂഹ്യ നിയന്ത്രണങ്ങളെ തുടർന്ന് ജീവിത ചെലവിനുള്ള വക പോലും കണ്ടെത്തുവാൻ കഴിയാതെ പരിതാപകരമായ അവസ്ഥയിൽ താമസിച്ചിരുന്ന കുടുംബങ്ങൾക്കാണ് കത്തോലിക്ക സംഘടനയായ കാരിത്താസ് കൈത്താങ്ങായത്. വിവിധ കമ്പനികൾ നൽകിയ സംഭാവനകൾ കാരിത്താസിന്റെ രൂപതാതല ശൃംഖലകൾ വഴിയാണ് ഭക്ഷ്യവസ്തുക്കളായും ഇതര സഹായമായും അർഹരായ പാവപ്പെട്ട കുടുംബങ്ങൾക്കിടയിൽ വിതരണം ചെയ്തത്. തലസ്ഥാന നഗരമായ ലിമായിൽ വിവിധ സന്യാസ സഭകളുടെ അടുക്കളകളിൽ തയ്യാറാക്കിയ ഭക്ഷണം സൈന്യത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും സഹായത്താൽ വിതരണം ചെയ്യുന്നുണ്ട്. രാജ്യത്തിന്റെ ചില മേഖലകളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഫുഡ് വൗച്ചറുകൾ ഉപയോഗിച്ച് നിശ്ചയിച്ചിട്ടുള്ള വീടുകളിൽ നേരിട്ടും ഭക്ഷണ വിതരണം നടക്കുന്നുണ്ട്. ഇടവക പരിധിക്കുള്ളിൽ നടത്തിയ സർവേയിലൂടെയാണ് സഹായം ആവശ്യമുള്ള കുടുംബങ്ങളെ കണ്ടെത്തിയത്. 10,000-കണക്കിന് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നതിനു പുറമെ സംഘടന കൊറോണ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നുണ്ട്. പോപ്പ് ഫ്രാൻസിസിന്റെ പദ്ധതിയോടും സമഗ്ര മാനവ പുരോഗതിക്കായുള്ള വത്തിക്കാന്റെ വകുപ്പിനോടും സഹകരിച്ച് വൈറസ് രോഗബാധിതരെ ചികിത്സിക്കുന്നതിനും രോഗനിവാരണത്തിനുമായി സാമ്പത്തിക പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് കാരിത്താസ് രാജ്യാന്തര ഉപവിപ്രസ്ഥാനം അറിയിച്ചു. ഏപ്രിൽ 16 വ്യാഴാഴ്ച പുറത്തുവിട്ട പ്രസ്താവനയിലൂടെയാണ് സഭയുടെ രാജ്യാന്തര ഉപവിപ്രസ്ഥാനം മാനവികതയുടെ അടിയന്തരാവസ്ഥയ്ക്കായുള്ള അതിൻ്റെ പ്രവർത്തന പദ്ധതി വെളിപ്പെടുത്തിയത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സഭാ സംവിധാനങ്ങളോട് ചേർന്ന് കൊറോണ പ്രതിസന്ധിയിൽ ജനങ്ങളെ പിന്തുണയ്ക്കാൻ കാരിത്താസ് ഇറങ്ങിക്കഴിഞ്ഞുവെന്നും പ്രസ്താവന അറിയിച്ചു. ഏറ്റവും അടിയന്തര ആവശ്യങ്ങളുള്ള രാജ്യങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള കാരിത്താസ് കൂടുതൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടതിൽ 140-ൽ-അധികം ദേശീയ സഭകൾ അവരുടെ മെത്രാൻ സമിതികൾ വഴി വൈറസ് രോഗബാധ സംബന്ധിച്ച ആവശ്യങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്നും കാരിത്താസിന്റെ ദേശീയ ഓഫീസുകൾ വഴി അവയോട് ഉചിതമായും അടിയന്തരമായും സഹായം എത്തിച്ചു കൊടുക്കുമെന്നും പ്രസ്താവന വ്യക്തമാക്കി. നാളേക്കായി മാറ്റിവെക്കാതെ ജനങ്ങളുടെ അടിയന്തരമായ ആവശ്യങ്ങളിലേക്ക് ഊർജ്ജസ്വലതയോടെ ഇറങ്ങിച്ചെല്ലണമെന്ന പോപ്പ് ഫ്രാൻസിസിന്റെ ഉപദേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രസ്ഥാനം ഈ വിപത്തിൽ മാനവ കുടുംബത്തിന്റെ കൂടെ നിൽക്കുമെന്നും ജീവൻ പരിരക്ഷിക്കുന്നതിനുള്ള കാരിത്താസിന്റെ പദ്ധതികൾ കാര്യക്ഷമമാക്കുമെന്നും പ്രസ്താവന ഉറപ്പു നൽകി. കൊറോണ പകർച്ചവ്യാധി ബാധിച്ച മിഷൻ പ്രദേശങ്ങളുടെ സഹായത്തിനായി ഫ്രാൻസിസ് പാപ്പ അടിയന്തര കൊറോണ സഹായ നിധി ആരംഭിച്ചു. ഫണ്ടിലേക്കുള്ള ആദ്യ സംഭാവനയായ $7,50,000 നീക്കിവെച്ച പാപ്പ സഭാ സംഘടനകളോട് സഹായനിധിയിലേക്ക് ഉദാരമായി സംഭാവനകൾ നൽകുവാൻ ആഹ്വാനം നൽകി. വത്തിക്കാൻ സുവിശേഷവൽക്കരണ തിരുസംഘത്തിന്റെ കീഴിലുള്ള പൊന്തിഫിക്കൽ മിഷൻ സൊസൈറ്റിയാണ് അടിയന്തര സഹായ നിധിയുടെ മേൽനോട്ടം വഹിക്കുക. കത്തോലിക്ക മിഷൻ മേഖലകളിലെ സഭാ സംവിധാനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും വേണ്ടിയായിരിക്കും ഫണ്ട് ഉപയോഗിക്കുക. ആഗോള മനുഷ്യ സമൂഹത്തിന്റെ ക്ഷേമത്തിന് വെല്ലുവിളി ഉയർന്നപ്പോഴെല്ലാം സഭ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് സുവിശേഷവൽക്കരണ തിരുസംഘത്തിന്റെ തലവനായ കർദിനാൾ ലൂയിസ് അന്റോണിയോ ടാഗ്ലെ പറഞ്ഞു. ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ കൊറോണയെന്ന വെല്ലുവിളിയെ നേരിടുവാൻ പരിശുദ്ധ പിതാവ് ക്ഷണിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊറോണ ബാധിത മേഖലകളെ സഹായിക്കുന്നതിൽ സഭയുടെ സന്നദ്ധ സ്ഥാപനങ്ങൾക്ക് മുഖ്യ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് പൊന്തിഫിക്കൽ മിഷൻ സൊസൈറ്റികളുടെ പ്രസിഡന്റായ ആർച്ച് ബിഷപ്പ് ജിയോവാനി പിട്രോ ഡാൽ ടോസോയും പ്രതികരിച്ചു. ഫ്രാൻസിസ് പാപ്പയുടെ പ്രത്യേക താൽപര്യപ്രകാരമാണ് സഹായനിധി രൂപീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Societies for the Propagation of the Faith, the Missionary Childhood Association, the Society of St. Peter Apostol, Missionary Union of
പ്രീസ് ആൻഡ് റിലീജിയൻസ് തുടങ്ങിയവയാണ് സുവിശേഷവൽക്കരണ തിരുസംഘത്തിന്റെ കീഴിലുള്ള പൊന്തിഫിക്കൽ മിഷൻ സൊസൈറ്റികൾ. ഏഷ്യയിലും ആഫ്രിക്കയിലുമായി ഏതാണ്ട് 1150 മിഷൻ രൂപതകളിലായി 9000-ലധികം ഹെൽത്ത് ക്ലിനിക്കുകളും 10,000-ഓളം അനാഥാലയങ്ങൾക്കും 1200 സ്കൂളുകൾക്കും 80,000 സെമിനാരി വിദ്യാർത്ഥികൾക്കും 900 കന്യാസ്ത്രീകൾക്കും പൊന്തിഫിക്കൽ മിഷൻ സൊസൈറ്റികൾ സഹായം നൽകി വരുന്നുണ്ട്. സഭയുടെ നിശബ്ദ സേവനങ്ങൾക്ക് നന്ദി അറിയിച്ച് സ്പാനിഷ് മേയർമാർ. കൊറോണ പ്രതിസന്ധിക്കിടയിൽ കത്തോലിക്ക സഭ തുടരുന്ന സ്തുത്യർഹമായ സേവനങ്ങൾക്ക് മാഡ്രിഡിലെയും സമീപ നഗരങ്ങളിലെ മേയർമാർ നന്ദിയും അഭിനന്ദനവും അറിയിച്ചു. മാഡ്രിഡ് മേയറും കേന്ദ്ര വലതുപക്ഷ പീപ്പിൾസ് പാർട്ടി പ്രതിനിധിയുമായ ജോസ് ലൂയിസ് മാർട്ടിനസ് അൽമേഡ മാഡ്രിഡ് അതിരൂപതയിലെ വൈദികർ നടത്തിയ നിശബ്ദവും വീരോചിതവുമായ സേവനത്തിന് ഓരോ വൈദികർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് കത്തെഴുതി. പീപ്പിൾസ് പാർട്ടി അംഗവും അരാഞ്ചുവസ് മേയറുമായ മരിയ ജോസ് ഫോയന്റെയും സമാനമായ കത്തയച്ചിരുന്നുവെന്ന് ഗെറ്റാഫെ രൂപത അറിയിച്ചു. കൊറോണ മൂലം മരണപ്പെട്ട പ്രിയപ്പെട്ടവരുടെ അന്തിമ വിടവാങ്ങലിനായി ദിവസവും നിങ്ങൾ നടത്തിയ അശ്രാന്ത പരിശ്രമത്തിന് എൻ്റെ അഭിനന്ദനവും നന്ദിയും അർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് മേയറിൻ്റെ കത്തിൽ പറയുന്നത്. സ്പാനിഷ് സോഷ്യൽ വർക്കേഴ്സ് പാർട്ടി അംഗവും CM പൊസുവലോസ് മേയറുമായ റാക്വൽ ജിമെനോ സമൂഹമാധ്യമങ്ങളിലൂടെയാണ് സഭ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് നന്ദി അർപ്പിച്ചത്. CM പൊസുവലോസിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുവാൻ സഭ നടത്തുന്ന പ്രവർത്തനങ്ങൾ തുടരണമെന്നും വിലമതിക്കുവാനാവാത്ത പ്രവർത്തനങ്ങളാണ് സഭ നടത്തുന്നതെന്നും ഈ പോരാട്ടത്തിൽ മഹത്തായ പങ്കുവഹിക്കുന്നതിന് സഭയ്ക്ക് കഴിയുമെന്നുമാണ് ജിമെനോയുടെ പോസ്റ്റിൽ പറയുന്നത്. മേയർ സാന്റിയാഗോ ലോറന്റയുടെ നേതൃത്വത്തിലുള്ള ലെഗാനീസ് സിറ്റി കൗൺസിൽ ഇടവക വൈദികർ നടത്തുന്ന സേവനങ്ങൾക്ക് ട്വിറ്ററിലൂടെയാണ് നന്ദി അർപ്പിച്ചത്. പാവപ്പെട്ടവർക്കും രോഗികൾക്കും ഇടയിൽ വിവിധ സന്നദ്ധ സേവനങ്ങളാണ് സഭാ നേതൃത്വം തുടരുന്നത്. അനുദിന പ്രാർത്ഥനയും രോഗികൾക്ക് വിശുദ്ധ കുർബാന നൽകലും രോഗികളുടെ കുടുംബങ്ങൾക്ക് ആത്മീയമായ സാന്ത്വനവും നൽകിക്കൊണ്ട് ആയിരക്കണക്കിന് വൈദികരാണ് സ്പെയിനിൽ സ്തുത്യർഹമായ രീതിയിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. കൊറോണ പകർച്ചവ്യാധിയെ തുടർന്ന് ലോകമെമ്പാടുമായി രോഗബാധയ്ക്ക് കൂടുതൽ സാധ്യതകളുള്ള സാഹചര്യങ്ങളിൽ കർമ്മനിരതരായിരിക്കുന്ന കത്തോലിക്ക വൈദികരെയും കന്യാസ്ത്രീകളെയും സഹായിക്കുന്നതിനായി അന്താരാഷ്ട്ര പൊന്തിഫിക്കൽ ചാരിറ്റി സംഘടനയായ എയ്ഡ് ടു ദി ചർച്ച് ഇൻ നീഡ് അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. $55 ലക്ഷം അടിയന്തര ധനസഹായമാണ് ACN പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വൈദികരും സന്യാസിനികളും കോവിഡിനെ തുടർന്ന് ദുരിതത്തിലായ പാവങ്ങൾക്കിടയിൽ ഭക്ഷണവും ഇതര സഹായവുമായി രംഗത്തുണ്ട്. സാമ്പത്തിക ഭാരമാണ് ഇവരെ അലട്ടിക്കൊണ്ടിരുന്ന പ്രധാന പ്രശ്നം. ഈ പശ്ചാത്തലത്തിൽ വൈദികർക്കും കന്യാസ്ത്രീകൾക്കും തങ്ങളുടെ ആത്മീയ സാമൂഹ്യ സേവനങ്ങൾ തുടരുന്നതിന് അടിയന്തര ധനസഹായം ഏറെ ഉപകാരപ്പെടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മധ്യപൂർവേഷ്യ, മധ്യ കിഴക്കൻ യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക, ഏഷ്യ, ആഫ്രിക്ക തുടങ്ങിയ മേഖലകളിൽ കൗദാശികമായ ദൗത്യങ്ങൾ, മതബോധനം, രോഗികളെയും പ്രായപൂർത്തിയായവരെയും ശുശ്രൂഷിക്കൽ, പാവപ്പെട്ടവരെ സഹായിക്കൽ, ജയിലിൽ അന്തേവാസികളെ സന്ദർശിക്കൽ തുടങ്ങിയ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കുവാനാണ് ധനസഹായത്തിലൂടെ ACN ലക്ഷ്യമിടുന്നത്. കൊറോണയെ തുടർന്ന് മാനവ സമൂഹത്തിന്റെ ദുരിതങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ മുൻനിരയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹവും അനുകമ്പയും ദുരിതമനുഭവിക്കുന്ന സഹോദരങ്ങൾക്കിടയിൽ എത്തിക്കുവാൻ കഷ്ടപ്പെടുന്ന ധീരരായ പുരോഹിതരെയും കന്യാസ്ത്രീകളെയും സഹായിക്കുവാൻ തങ്ങൾ ആഗ്രഹിച്ചിരുന്നുവെന്ന് ACN എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് തോമസ് ഹെയ്നെ ജിൽഡൻ പറഞ്ഞു. ഈ സാമ്പത്തിക സഹായത്തിനായി തങ്ങൾക്ക് സംഭാവന നൽകിയവരോട് നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കൊറോണ പകർച്ചവ്യാധിയുടെ സാഹചര്യത്തിൽ രോഗബാധ ഭീഷണി നേരിടുന്ന ജയിൽ അന്തേവാസികളുടെ ശബ്ദമായി മാറുകയാണ് അമേരിക്കയിൽ ശുശ്രൂഷ ചെയ്യുന്ന കത്തോലിക്ക കന്യാസ്ത്രീയായ സിസ്റ്റർ ഹെലൻ പ്രീജിൻ. തന്റെ ജീവിതം മുഴുവൻ ജയിൽ പുള്ളികൾക്ക് വേണ്ടിയും ദയാവധത്തിനെതിരെയും പോരാടിയ 80-കാരിയായ സിസ്റ്റർ പ്രീജിൻ കൊറോണ വ്യാപനത്തെ തുടർന്നുള്ള നിയന്ത്രണങ്ങൾ കാരണം ലൂയിസിയാനയിൽ ഒതുങ്ങിപ്പോയെങ്കിലും ഫോണിലൂടെയും ഇതര ബന്ധങ്ങളിലൂടെയും ശബ്ദമില്ലാത്ത ജയിൽ തടവുകാരുടെ ശബ്ദമായി ഇപ്പോഴും നിലകൊള്ളുകയാണ്. ഇന്നത്തെ അവസ്ഥയിൽ രോഗവ്യാപനം തടയുന്നതിന് സാമൂഹ്യ അകലം പാലിക്കേണ്ടത് ആവശ്യമാണെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ തടവിൽ കഴിഞ്ഞവരോട് അമേരിക്ക പെരുമാറിയിരുന്നതാണ് യഥാർത്ഥ സാമൂഹ്യ അകലമെന്ന് സിസ്റ്റർ പറഞ്ഞു. ന്യൂയോർക്ക് മുതൽ കാലിഫോർണിയ വരെയുള്ള സംസ്ഥാനങ്ങളിൽ
മനുഷ്യത്വത്തിൻ്റെ പേരിലെങ്കിലും പ്രായമായവരും രോഗികളുമായ ജയിൽ പുള്ളികളെ മോചിപ്പിക്കുവാനുള്ള പദ്ധതികളെക്കുറിച്ച് ആലോചിക്കണമെന്നും ഇതിനായി ഗവർണർമാരുടെയും അറ്റോർണി ജനറൽമാരുടെയും മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. ശരിയായ ആരോഗ്യ പരിപാലനത്തിന്റെ അഭാവത്തിൽ ജയിൽ അന്തേവാസികൾ മുൻപെങ്ങുമില്ലാത്ത വിധം രോഗബാധയുടെ കടുത്ത ഭീഷണിയിലാണെന്ന് സിസ്റ്റർ ചൂണ്ടിക്കാട്ടി. ജയിൽ അന്തേവാസികളുടെ കാര്യത്തിൽ സൃഷ്ടിച്ച അതിർവരമ്പുകൾ തകർക്കേണ്ടത് ആവശ്യമാണെന്നും ഫ്രാൻസിസ് പാപ്പയ്ക്കൊപ്പം കത്തോലിക്ക മെത്രാന്മാരും തടവ് പുള്ളികൾക്ക് വേണ്ടി ശബ്ദമുയർത്തണമെന്നും സിസ്റ്റർ പറഞ്ഞു. ന്യൂ ഓർലിയൻസ് കേന്ദ്രീകരിച്ചുള്ള സെന്റ് ജോസഫ് കോൺഗ്രിഗേഷനിലെ അംഗമാണ് സിസ്റ്റർ ഹെലൻ പ്രീജിൻ. COVID-19 പശ്ചാത്തലത്തിൽ അകമഴിഞ്ഞ സേവനങ്ങളാണ് കേരളത്തിൽ ക്രൈസ്തവ സഭ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗുരുതരമായ ഇത്തരം സാഹചര്യങ്ങളിൽ സർക്കാരിന് താങ്ങായി നിൽക്കുന്നതോടൊപ്പം തന്നെ ജനങ്ങൾക്കു വേണ്ടി ക്രൈസ്തവ സഭ ചെയ്യുന്ന കാരുണ്യപ്രവൃത്തി കൂടിയാണ് ഇത്തരത്തിലുള്ള സേവനങ്ങൾ. കൊറോണ ബാധിച്ച രോഗികളുടെ ചികിത്സയ്ക്ക് ആവശ്യമെങ്കിൽ സഭകളുടെ കീഴിലുള്ള ആശുപത്രികൾ വിട്ടു നൽകാമെന്ന് സിറോ മലബാർ സഭാധ്യക്ഷനും KCBC പ്രസിഡന്റുമായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ചികിത്സകൾക്കും വളരെയധികം ഊർജം പകർന്ന സഹായമാണ് ഈ സാഹചര്യത്തിൽ ക്രൈസ്തവ സഭ കേരള സർക്കാരിനായി നൽകിയത്. ആശുപത്രികളിലെ ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെയുള്ളവരുടെ സേവനങ്ങൾ വിട്ടു നൽകാമെന്നും ക്രൈസ്തവ സഭ കേരള സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും അധികം സ്വകാര്യ ആശുപത്രികളുള്ളത് കത്തോലിക്ക സഭകൾക്കാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ചാണ് കർദിനാൾ സന്നദ്ധത അറിയിച്ചത്. ഇതിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തു. ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് നന്ദിയുണ്ടെന്നും ഈ തീരുമാനം സർക്കാർ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും സർക്കാരിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കോവിഡ് ഭീതിയുടെ പശ്ചാത്തലത്തിൽ നാട്ടിലെത്തുന്ന പ്രവാസികളെ ക്വാറന്റൈൻ ചെയ്യുന്നതിന് കോളേജ് ഹോസ്റ്റലുകളും മിഷൻ ലീഗിന്റെ മാതൃഭവനവും വിട്ടുതരാൻ ഒരുക്കമാണെന്ന് പാള രൂപത അറിയിച്ചു. രൂപതയുടെ കീഴിലുള്ള സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ സെന്റ് മേരീസ് ഹോസ്റ്റൽ, സെന്റ് തോമസ് ഹോസ്റ്റൽ, ഭരണങ്ങാനത്ത് സ്ഥിതി ചെയ്യുന്ന മിഷൻ ലീഗിന്റെ മാതൃഭവനവും വിട്ടുകൊടുക്കാൻ സന്നദ്ധമാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രവാസികളെ നാട്ടിലേക്ക് കൊണ്ടുവന്നാൽ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുന്നതിനായി തുവാനീസ ധ്യാനകേന്ദ്രം വിട്ടു നൽകാമെന്ന് കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ടും പ്രഖ്യാപിച്ചു. ഇത് സംബന്ധിച്ച തീരുമാനം അദ്ദേഹം സർക്കാരിനെ അറിയിച്ചു. ഉഴവൂർ ബ്ലോക്കിലെ പ്രവാസികളുടെ പുനരധിവാസത്തിനായിട്ടാണ് തുവാനീസ സർക്കാർ പരിഗണിച്ചത്. ഇവിടെ 60 മുറികളിലായി 180 പേരെ താമസിപ്പിക്കാം. കൂടാതെ 10,000 സ്ക്വയർ ഫീറ്റുള്ള ഹാളും നൽകുവാൻ തയ്യാറാണെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു. കോട്ടയം ജ്ഞാനായ അതിരൂപതയുടെ ഔദ്യോഗിക ധ്യാനകേന്ദ്രമാണ് തുവാനീസ. കൂടാതെ സന്നദ്ധ സേവനത്തിന് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നും വൈദികരടക്കം 1000-ലധികം യുവാക്കൾ തയ്യാറായി. COVID-19 നിയന്ത്രണ പ്രവർത്തനങ്ങൾക്കായി കേരള സർക്കാർ രൂപീകരിക്കുന്ന സന്നദ്ധ സേവന സംഘത്തിലാണ് വൈദികരടക്കം 1000-ലധികം യുവാക്കൾ അംഗങ്ങളായി രജിസ്റ്റർ ചെയ്തത്. അതിരൂപത യുവദീപ്തി ഡയറക്ടർ ഫാദർ ജേക്കബ് ചക്കാത്രയുടെയും ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ നടത്തിയ നിരന്തര ശ്രമങ്ങൾ മൂലമാണ് കുറച്ചു പേർക്കെങ്കിലും ഇപ്രകാരം സന്നദ്ധ സേവനത്തിന് അവസരമുണ്ടായതെന്ന് അതിരൂപത PRO അഡ്വക്കേറ്റ് ജോർജി ചിറയിൽ അറിയിച്ചു. ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സാമൂഹിക പ്രതിബദ്ധതയോടെ മുന്നിട്ടിറങ്ങിയവരെ അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടം അഭിനന്ദിച്ചു. സർക്കാർ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഭക്ഷണമില്ലാതെയും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിലും ആരും വിഷമിക്കുന്നില്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തണമെന്നും ഗവൺമെന്റ് പ്രവർത്തനങ്ങളോടും നിർദ്ദേശങ്ങളോടും പൂർണ്ണമായി സഹകരിച്ച് ഈ മഹാവിപത്തിന്റെ ആഘാതം പരമാവധി കുറയ്ക്കുവാൻ വിശ്വാസി സമൂഹം സജ്ജരാകണമെന്നും മാർ പെരുന്തോട്ടം ആഹ്വാനം ചെയ്തു. COVID-19 പല രാജ്യങ്ങളിലും പിടിച്ചുകെട്ടാനാവാത്ത വിധം ഇപ്പോഴും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദുരവസ്ഥയിൽ ക്രൈസ്തവ സഭയുടെയും സംഘടനകളുടെയും സ്തുത്യർഹമായ സേവനങ്ങൾ നല്ലൊരു നാളേക്കുള്ള കൈത്താങ്ങാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.